കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കൊടും ചൂടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ താപനില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വാർത്തകളും പല മുന്നറിയിപ്പുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ 20 സിറ്റികളിൽ 19 എണ്ണവും ഇന്ത്യയിലാണ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ താപനില ഉയരുന്നതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ഇമ്പാക്റ്റുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്നു. അത് ഭക്ഷ്യസാധനങ്ങൾക്ക് വില കൂടുന്നതിനും അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമാകുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന അതേ സമയത്ത് തന്നെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയും കൂടെ പുറത്തു വരികയാണ്. 2026 ഒരു സൂപ്പർ എൽനീനോ എന്ന പ്രതിഭാസം ഉണ്ടാവാൻ പോകുന്നു എന്നാണത്. അപ്പോൾ ഒരു സാധാരണ എൽനീനോ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പലതരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു സൂപ്പർ എൽനീനോ ഉണ്ടാകുമ്പോൾ ആ ഡിസ്റ്റർബൻസ് കുറച്ചുകൂടി കാര്യമായിട്ട് നടക്കുമെന്നും അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ സൂപ്പർ എൽനീനോ എന്ന് പറയുന്നത്, അതിൻ്റെ ഭാഗമായി എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഈ സൂപ്പർ എൽനീനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ എൽനീനോ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ തെക്കേ ഭാഗത്ത് സതേൺ പസഫിക് ഓഷ്യനിലാണ് എന്ന് കാണാം. അപ്പോൾ ഈ സതേൺ പസഫിക് ഓഷ്യൻ്റെ കിഴക്ക് ഭാഗത്ത്, അതായത് സൗത്ത് അമേരിക്കയുടെ ഒക്കെ ഭാഗത്ത് സമുദ്രജലത്തിൻ്റെ താപനില അല്ലെങ്കിൽ സീ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരുതരം കാറ്റാണ് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് നിന്നും കിഴക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ കാറ്റടിക്കുന്നത്. അപ്പോൾ ഈ കാറ്റിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലെ ഈ ചൂട് കൂടിയ ജലം വെസ്റ്റേൺ പസഫിക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയും അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ അടിയിലുള്ള അതായത് ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ്റെ താഴെയുള്ള ചൂട് കുറഞ്ഞ ജലം മുകളിലേക്ക് കയറി വരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്തെ ആ ടെമ്പറേച്ചറും മറ്റ് കാര്യങ്ങളുമെല്ലാം ബാലൻസായി മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു സന്തുലിതാവസ്ഥ സതേൺ പസഫിക് ഓഷ്യനിലാണ് ഉണ്ടാകുന്നതെങ്കിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലോകത്തെ എല്ലായിടത്തെയും കാലാവസ്ഥയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി മഴ ലഭിക്കുന്നത് അല്ലെങ്കിൽ വരൾച്ചയിലേക്ക് പോകാതെ ഈ സ്ഥലങ്ങളെ സഹായിക്കുന്നത് ഈ ഒരു പ്രതിഭാസമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയുടെ ജീവനാഡി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷമൊക്കെ കൃത്യമായി സംഭവിക്കുന്നതിന് ഈ ഒരു ബാലൻസ് ആവശ്യമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളിലൊക്കെ മത്സ്യബന്ധനമൊക്കെയായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അവരുടെ കാലാവസ്ഥയൊക്കെയായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ വടക്കേ അമേരിക്കയിലെ ഹരിക്കെയിൻസിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകളെയൊക്കെ ബാലൻസ് ചെയ്യുന്നതിനൊക്കെ ഈ പ്രതിഭാസത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഈ ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആവുന്നത് കാണാം. അപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഈസ്റ്റേൺ ഭാഗത്ത് അല്ലെങ്കിൽ തെക്കേ അമേരിക്കയുടെ ഭാഗത്തെ ജലത്തിൻ്റെ ചൂട് ക്രമാതീതമായി ഉയരുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് വിൻഡുകളുടെ ശക്തി കുറയുകയും അങ്ങനെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് തടസ്സപ്പെടുകയും അത് ആ ഒരു ബാലൻസിനെ നേരത്തെ പറഞ്ഞ ബാലൻസിനെ ഇല്ലാതാക്കുകയും അതുമൂലം പല പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് എൽ നീനിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ എല്ലാ വൻകരകളുടെയും അതുപോലെ തന്നെ എല്ലാ സമുദ്രങ്ങളിലെയും കാലാവസ്ഥയെ ഇത് പലതരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ മഴയുടെയൊക്കെ അളവ് കുറയുകയും വലിയ രീതിയിലുള്ള വരൾച്ച സംഭവിക്കുകയും ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ കിഴക്കൻ ആഫ്രിക്ക അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നു. സൗത്ത് അമേരിക്കയിലെ പെറു ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മഴ ലഭിക്കുകയും അത് ഫ്ലഡിങ്ങിനൊക്കെ കാരണമാവുകയും ചെയ്യുന്നു. നോർത്ത് അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹരിക്കെയിൻസ് ഒക്കെ പോലെയുള്ള പലതരം ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനാഡിയായിട്ടുള്ള മൺസൂണിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുകയും മഴ കുറയുകയും അത് പലതരത്തിലുള്ള വരൾച്ച പോലെയുള്ള ഭക്ഷ്യക്ഷാമം പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇവിടെ കാരണമാവുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ അപകടകരമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ എൽനിനോയ്ക്ക് കുറവാണ് എന്ന് മാത്രമല്ല കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം മാത്രമാണ് ഈ എൽനിനോ. ഇന്നത്തെ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എൽനിനോ വരാൻ പോകുന്നതും അത് എപ്പോൾ വരുമെന്നും അതിൻ്റെ ശക്തി എത്രയൊക്കെയാണെന്നും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഈ വർഷം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ എൽനിനോ ആണ്. അപ്പോൾ എൽനിനോയും സൂപ്പർ എൽനിനോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സതേൺ പസഫിക് ഓഷ്യനിലെ ജലത്തിൻ്റെ അല്ലെങ്കിൽ സീ സർഫസ് ടെമ്പറേച്ചർ ഉയരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എൽനിനോ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ പല കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് കാണാം.
ഒരു സാധാരണ എൽനിനോയുടെ ഒക്കെ സമയത്ത് ഈ സീ സർഫസ് ടെമ്പറേച്ചറിൽ ഒരു 0.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒക്കെ വർധനമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അത് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ എൽനിനോയുടെ ശക്തി കൂടി വരുന്നത് കാണാം. ഒരു 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലെയൊക്കെ ഈ സീ സർഫസ് ടെമ്പറേച്ചറിന് വർധന ഉണ്ടാകുമ്പോഴാണ് അതിനൊരു സ്ട്രോങ് എൽനിനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ എൽനിനോ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് സംശയം തോന്നും, വെറും 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധന ഉണ്ടാകുന്നത് കൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പസഫിക് സമുദ്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ്. അതിലെ തന്നെ ഏറ്റവും വലിയൊരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ലിറ്റർ ജലത്തിൻ്റെ താപനില 2 ഡിഗ്രി സെൽഷ്യസ് ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വലിയൊരു ഉയർച്ചയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ലോകം മുഴുവൻ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കാലാവസ്ഥ ഏജൻസികളായിട്ടുള്ള NOAA അതുപോലെ തന്നെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് 2026 മെയ്യോടുകൂടി ഒരു എൽനിനോ ഉണ്ടാവാനും ആ എൽനിനോ ഒരു സ്ട്രോങ് എൽനിനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ എൽനിനോ ആവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും 2027 അത് പീക്കിലേക്ക് പോകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സൂപ്പർ എൽനിനോ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1950 ശേഷം 3 കാലഘട്ടങ്ങളിൽ ഈ സൂപ്പർ എൽനിനോ സംഭവിച്ചിരിക്കുന്നത് കാണാം. 1982, 83, അതുപോലെ തന്നെ 97, 98, ഏറ്റവും അവസാനം 2015, 2016 ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ലോകത്ത് എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൂപ്പർ എൽനിനോയുടെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. താപനില ക്രമാതീതമായിട്ട് ഉയരുക എന്ന് പറയുന്നത് ഈ സൂപ്പർ എൽനിനോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റാണ്. അതുകൊണ്ട് തന്നെ 2026, 27 എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള വർഷങ്ങളാവാൻ വലിയ സാധ്യതയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഇമ്പാക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ എൽനിനോയുടെ ഇമ്പാക്റ്റുകൾ പറഞ്ഞു, അത് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള രാജ്യങ്ങളിൽ മഴയുടെ അളവ് ക്രമാതീതമായി കുറയുകയും അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വരൾച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയും വെള്ളപ്പൊക്കവും നാശനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. വടക്കേ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും വലിയ വർധന ഉണ്ടാവുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. യൂറോപ്പ് അടക്കമുള്ള വൻകരകൾ വലിയ രീതിയിലുള്ള വരൾച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വരൾച്ചയും കൃഷിനാശവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് ലോകം പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയും ഒക്കെ വില ക്രമാതീതമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3 സൂപ്പർ എൽനിനോ കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ 3 മുതൽ 5 ട്രില്യൺ ഡോളറിൻ്റെ ഗ്ലോബൽ എക്കണോമിക് ലോസാണ് ഈ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏകദേശം 5% ഇൻഫ്ലേഷൻ ലോകത്താകമാനം ഉണ്ടാകുന്നതിന് ഈ കാലാവസ്ഥാ പ്രതിഭാസം കാരണമായിട്ടുണ്ട് എന്ന് കണക്കുകൾ പുറത്തു വരുന്നു. എന്നാൽ ഇതോടൊപ്പം വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യവും കൂടി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വർഷം ഒരു സൂപ്പർ എൽനിനോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകരമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള താപനം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടുമുള്ള താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരയുടെ കാര്യത്തിൽ മാത്രമല്ല കടലിൻ്റെ കാര്യത്തിലും ഇത് സത്യമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ലോകത്ത് ടെമ്പറേച്ചർ ഉയരുമ്പോൾ ആ ടെമ്പറേച്ചറിനെ ആഗിരണം ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സമുദ്രജലത്തിൻ്റെ താപനില വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഈ എൽനിനോ സംഭവിക്കുമ്പോൾ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിലെ ജലത്തിൻ്റെ ടെമ്പറേച്ചർ 1.5 ഡിഗ്രി 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മാത്രമായിരുന്നു ഉയർന്നിരുന്നത്. എന്നാൽ ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി ഓൾറെഡി നമ്മുടെ സമുദ്രജലത്തിൻ്റെ ടെമ്പറേച്ചർ 1.5 to 2 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ 1.5 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 2 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഒക്കെ ഉയർച്ച ഈ എൽനിനോയുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ മൊത്തത്തിൽ വലിയൊരു ഉയർച്ച സീ സർഫസ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഭാഗമായി കൂടുതൽ അപകടകരമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ലോകം മുഴുവൻ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സൂപ്പർ എൽനിനോ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ സാരമായി ബാധിക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓൾറെഡി വലിയ ചൂടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ചൂടിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം നമുക്ക് കിട്ടുന്നത് നമ്മുടെ മൺസൂണിൻ്റെ അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും നമ്മുടെ കാർഷിക വിളകൾക്കുമെല്ലാം വലിയൊരു ആശ്വാസമാണ് ഈ മൺസൂൺ മഴയുടെ ഭാഗമായി കിട്ടുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഡേറ്റയിൽ പറയുന്നത് 2026 മെയ്ക്കും ജൂലൈക്കും ഇടയിലായിരിക്കും ഈ എൽനിനോ ആരംഭിക്കുന്നത് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ മൺസൂൺ ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ സൂപ്പർ എൽനിനോ പ്രതിഭാസം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ മൺസൂൺ മഴയെ അല്ലെങ്കിൽ ജലലഭ്യതയെ സാരമായി ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം തന്നെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏപ്രിൽ മാസത്തിൽ പുറത്തുവിട്ടിട്ടുള്ള ഡേറ്റയിൽ പറയുന്നത് വരാൻ പോകുന്നത് ഒരു ഡ്രൈ സമ്മറാണ് എന്നാണ്.
നമുക്ക് ഇത്രയും കാലവും ലഭിച്ചിട്ടുള്ള മൺസൂൺ മഴയുടെ ലോങ് ടൈം ആവറേജിൻ്റെ 92% ലഭ്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അവിടെ പറയുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ സൂപ്പർ എൽനിനോ കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ ജലലഭ്യതയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മുടെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കും. കാരണം ഇന്ത്യൻ കാർഷിക മേഖലയുടെ 50% മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാർഷിക മേഖലയെ ബാധിക്കും, അത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കും. ഭക്ഷ്യമേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുന്നതിനത് കാരണമാകും. അത് നമ്മുടെ സാമ്പത്തിക മേഖലയെയും ബാധിക്കും എന്ന് തിരിച്ചറിയുക. ഇതേ കാര്യം തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് സമ്മതിക്കുന്നത് കാണാം. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവസാനത്തെ മീറ്റിങ്ങിൽ ഈ വരാൻ പോകുന്ന സൂപ്പർ എൽനിനോ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഉയർന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി തീരുമെന്ന് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ കൊടും ചൂടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂപ്പർ എൽനിനോ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും അത് താപനില ഉയരുന്നതിനും ഹീറ്റ് വേവുകളുടെ എണ്ണം ഉയരുന്നതിനും ഒക്കെ കാരണമാകുമെന്നാണ്. ചരിത്രത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ വർഷം 2024 അതിലും ചൂട് കൂടിയ വർഷമായിട്ട് 2026 27 മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ ഓൾറെഡി നമ്മൾ കൊടും ചൂടിലൂടെ കടന്നു പോകുന്നു. ആ ചൂട് വർദ്ധിക്കുന്നതിനും കൂടുതൽ വരൾച്ചയ്ക്കുമൊക്കെ ഈ സൂപ്പർ എൽനിനോ കാരണമാകുമെന്ന് പറയുന്നു. ഒപ്പം ഈ ഇറാൻ വിഷയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഓൾറെഡി സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും വിലക്കയറ്റത്തിലൂടെയും ഒക്കെയാണ് നമ്മളും നമ്മുടെ രാജ്യവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഈ സൂപ്പർ എൽനിനോയുടെ ഇമ്പാക്റ്റുകൾ കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ ഈ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ എന്താണ് ഈ എൽനിനോയും സൂപ്പർ എൽനിനോയും തമ്മിലുള്ള വ്യത്യാസം? ഈ സൂപ്പർ എൽനിനോ നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും മുതലായ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ അടുത്തൊരു ചോദ്യം ഉയർന്നു വരികയാണ്, ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഈ എൽനിനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസം ഇല്ലാതാവാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് നാച്ചുറലായി സംഭവിക്കുന്ന, പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നുള്ളത് തിരിച്ചറിയുക. എന്നാൽ ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾക്കാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയുടെ ചൂഷണം ഒഴിവാക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇമ്പാക്റ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കാലാവസ്ഥാ വ്യതിയാനം നടന്നു കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നല്ല ചോദിക്കേണ്ടത്, നമ്മുടെ ഈ തലമുറയ്ക്ക് തന്നെ ഇവിടെ വസിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ വികസന നയം, സാമ്പത്തിക നയം, വ്യാവസായിക നയം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അവരുടെ പരിസ്ഥിതി നയത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഡിസ്കഷൻസ് നടക്കുമ്പോഴുമെല്ലാം ഇവിടുത്തെ സ്ഥാനാർത്ഥികളോടും ജനപ്രതിനിധികളോടുമൊക്കെ അവരുടെ രാഷ്ട്രീയവും എന്തിന് ജാതിയും മതവും പോലും ചർച്ച ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിലും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.